ഹലോ എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ബിന്ദു, കുട്ടികളുടെ സ്പെഷ്യലിസ്റ്റ് ആണ്. ഇന്നലെ ഇട്ട വീഡിയോയുടെ ഇടയിൽ നിങ്ങൾ ചോദിച്ച സംശയങ്ങൾക്കുള്ള റിപ്ലൈ ആണ് പറയുന്നത് കേട്ടോ. ഫസ്റ്റ് നമ്മൾ ചോദിച്ചത് ജൂലിയാണ്. ഡോക്ടർ എന്തൊക്കെ ചെയ്തിട്ടും കുഞ്ഞിന് വെയിറ്റ് കൂടുന്നില്ല. നട്ട്സ്, ഡേറ്റ്സ്, ബനാന, വെജ്, നോൺ വെജ്, എഗ് എല്ലാം കൊടുക്കുന്നു. മോന് 2 വയസ്സ് ആയി. ബർത്ത് വെയ്റ്റ് 2.35, ഇപ്പോൾ 10 kg. ഒരുപാട് ടൈം എടുക്കുന്ന വെയിറ്റ് കൂടുന്നത്. അവൻ ഫുഡ് കഴിക്കുന്നുണ്ട്. അവൻ്റെ ഡോക്ടർ പറഞ്ഞിട്ട് മൾട്ടിവൈറ്റമിൻ ഡ്രോപ്സ് ഒക്കെ കൊടുക്കുന്നുണ്ട്. എന്തൊക്കെ ചെയ്തിട്ടും വെയിറ്റ് കൂടുന്നില്ല, വേറെ ഇഷ്യൂസ് ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ്. ആസ് യൂഷ്വൽ നമ്മുടെ അമ്മമാർക്കും പാരൻസിന് എല്ലാവർക്കും തോന്നുന്ന ഒരു വിഷമം ഉള്ള ഒരു കൺസേൺ ഉള്ള കാര്യമാണ് വെയിറ്റ് കൂടുന്നില്ല എന്തൊക്കെ ചെയ്തിട്ടും. ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കുന്നത് വെയിറ്റ് മാത്രം ഒന്നിൻ്റെയും മാനദണ്ഡമല്ല. നിങ്ങളുടെ കുഞ്ഞിന് പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നും വരുന്നില്ല. കുഞ്ഞ് നല്ല ആക്റ്റീവാണ്. വളർച്ചാ ഘട്ടങ്ങളെല്ലാം നോർമലാണ്. നിങ്ങളൊരു ഡോക്ടറെ കാണിച്ച് കുഞ്ഞിന് വേറെ കുഴപ്പമില്ല എന്നൊക്കെ വരുത്തിയിട്ടുണ്ട്. കുഞ്ഞ് അത്യാവശ്യം ഭക്ഷണമൊക്കെ ഇതേപോലെ കഴിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ യാതൊരുവിധ വറിയും വേണ്ട. വെയിറ്റ് കൂടി കുറേ തടിച്ചുരുണ്ടിരിക്കുന്നതല്ല ആരോഗ്യം എന്നുള്ള പറയുന്ന കാര്യം. ഒരു ഏജിന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള അത്യാവശ്യം വെയിറ്റ് വേണം. ഇപ്പം നിങ്ങളുടെ കുഞ്ഞിന് 2 വയസ്സായി എന്നുണ്ടെങ്കിൽ 2 വയസ്സ് 1 മാസമായി എന്ന് പറഞ്ഞു, വെയിറ്റ് 10 kg, അത് വലിയ കുഴപ്പമില്ലാത്ത വെയിറ്റാണ്. അപ്പം നമ്മൾ എല്ലാത്തിലും ഇങ്ങനെ വറീഡ് ആയിട്ടിരിക്കേണ്ട. നമുക്ക് ആ പാരൻറ്ഹുഡും കൂടി കുറച്ചുകൂടി എൻജോയും കൂടി ചെയ്യണ്ടേ. എന്തായാലും നമുക്കറിയാം റെസ്റ്റ് ഒന്നുമില്ല, നമുക്ക് ഫുൾ ഓട്ടോ ഒക്കെ തന്നെ ആയിരിക്കും. എന്നാലും അതിലും നല്ല നല്ല മൊമെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും അതും ആസ്വദിക്കാൻ കൂടി ശ്രമിക്കണം. ബിക്കോസ് ഈ ഒരു മൊമെൻറ്റ് കഴിഞ്ഞു പോയാൽ അത് നമ്മുടെ ലൈഫിൽ നിന്ന് പോയി. ഇവരാണെങ്കിൽ പെട്ടെന്ന് വളർന്ന് വലുതാവും. അപ്പോഴായിരിക്കും നമുക്ക് അവരുടെ ആ ചെറിയ പ്രായം അല്ലാണ്ട് മിസ് ചെയ്യുക. അപ്പോൾ ഈ ഓരോ ഏജും നിങ്ങൾ നന്നായിട്ട് ആസ്വദിച്ചുകൊണ്ട് സ്നേഹിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. ഈ ഒരു കാര്യത്തിൽ വറീഡ് ആവണ്ട. ഈ പറയുന്ന ജോലിയുടെ കാര്യം മാത്രമല്ല, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പാരൻസിനോടുള്ള എൻ്റെ ഒരു ചെറിയ സജഷനാണ്. ദെൻ ലിൻഡിയാണ്. എൻ്റെ മോൾക്കും ഡ്രൈ സ്കിൻ ആണ്. ഇപ്പോൾ 3 മാസം. ഡോക്ടർ കാണിച്ചു. ഡോക്ടർ എഴുതിയ ലോഷനാണ് പുരട്ടുന്നത്. സ്കിൻ വെള്ളപ്പാട് വന്നിട്ടുണ്ട്. ഇനി അത് മാറുമോ? എനിക്കും ഭർത്താവിനും ഡ്രൈ സ്കിൻ ആണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മാറും കേട്ടോ. പുതിയ സ്കിൻ ലെയർ വരുമ്പോൾ, സെൽസ് വരുമ്പോൾ അത് മാറും. പക്ഷെ കുറച്ച് ടൈം എടുക്കുന്നു മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് മാക്സിമം ഡോക്ടർ പറഞ്ഞ രീതിയിലുള്ള മോയ്സ്ചറൈസർ കണ്ടിന്യൂ ചെയ്യുക. പ്രത്യേകിച്ചും നിങ്ങൾക്ക് 2 പേർക്കും ഡ്രൈ സ്കിൻ ആവുന്നതുകൊണ്ട് കുഞ്ഞിനും അതാവാനുള്ള ചാൻസ് കൂടുതലാണ്. ദെൻ ബിറ്റു എന്നുള്ള ഐഡിയ, എൻ്റെ കുഞ്ഞിന് ഡ്രൈ സ്കിൻ ആണ്, അപ്പോൾ ഏത് ലോഷനാവും നല്ലത്? അങ്ങനെ നമുക്ക് ഓരോരുത്തരുടെയും വ്യത്യാസമാണ്. നമുക്കത് ഇൻഡിവിജ്വലൈസ് ചെയ്യാനേ പറ്റുള്ളൂ. തൊട്ടടുത്തുള്ള പീഡിയാട്രിഷനെ കാണിക്കൂ. ഇനി ഡോക്ടറൊന്നും അവൈലബിൾ അല്ലാത്തൊരു കൺട്രിയിലോ പ്ലേസിലോ ഒക്കെയാണ് നിങ്ങളെങ്കിൽ പോകാൻ പറ്റാത്തൊരു സാഹചര്യമാണെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്. നമുക്ക് കുഞ്ഞിനെ ഒന്ന് കാണിച്ചാൽ നമുക്കതിനനുസരിച്ച് രീതിയിൽ പറഞ്ഞു തരാം. ദെൻ സഹോ എന്നുള്ള ഐ ഡി നിന്നാണ്. ഡോക്ടർ, താങ്ക് യു സോ മച്ച് ഫോർ യുവർ വീഡിയോസ്, ഇറ്റ്സ് റിയലി ഹെൽപ്ഫുൾ. താങ്ക് യു. എൻ്റെ മോൻ ഇപ്പോൾ 9 മന്ത് സ്റ്റാർട്ടായി. അവന് അറ്റോപിക് ഡെർമറ്റൈറ്റിസ് ഉണ്ട്. ആദ്യ ദിവസങ്ങളിൽ തൊട്ട് അവന് ഡ്രൈ സ്കിൻ ആയിരുന്നു. പിന്നെ മോനെ കുളിപ്പിച്ചിരുന്നു വേറൊരു സ്ത്രീയാണ്. സോപ്പും ബേബി പൗഡറും മോൻ ഇട്ട് കൊടുക്കാറുണ്ട്. ഡ്രൈ സ്കിന്നുള്ള കുട്ടികൾക്ക് മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്നതിന് മുന്നേ സോപ്പ് തേക്കുന്നത് പൗഡർ ഇട്ട് കൊടുക്കുന്നത് നല്ലതല്ലെന്ന് മനസ്സിലാക്കിയ ഞാൻ പിന്നീട് മുതൽ മോനെ സ്വയം കുളിപ്പിക്കാനും മറ്റും തുടങ്ങി. ബട്ട് എനിക്ക് മോനെ എത്ര ഡേയ്സ് ആകുമ്പോൾ മുതൽ മോയ്സ്ചറൈസർ യൂസ് ചെയ്ത് തുടങ്ങാമെന്ന് അറിയില്ലായിരുന്നു. അതൊക്കെ കെമിക്കൽ അല്ലേ, കോക്കനട്ട് ഓയിലാണ് നല്ലതെന്ന് എല്ലാവരും പറഞ്ഞപ്പോൾ അതാണ് നല്ലതെന്ന് എനിക്ക് തോന്നി. അതാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ എടുത്ത വേഴ്സ്റ്റ് ഡിസിഷൻ എന്ന് പിന്നീട് എനിക്ക് തോന്നി. എൻ്റെ ഡ്രൈ സ്കിൻ കണ്ടു തുടങ്ങുമ്പോഴേ മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്നത് നല്ലത്. അത് 28 ഡേയ്സ് വെയിറ്റ് ചെയ്യണം. 28 ഡേയ്സ് വെയിറ്റ് ചെയ്യണം എന്നൊന്നുമില്ല കേട്ടോ. എപ്പോഴാണോ ഡ്രൈ സ്കിൻ കണ്ടു തുടങ്ങുന്നത് അപ്പോൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ പ്രത്യേകിച്ച് പ്രോബ്ലം ഒന്നും ഇല്ലാത്ത കുട്ടികൾക്ക് നമുക്കറിയാം കോക്കനട്ട് ഓയിൽ എന്ന് പറഞ്ഞാൽ മോശം സാധനമൊന്നുമല്ല. കോക്കനട്ട് ഓയിൽ നല്ലതാണ്. അതൊന്ന് ജെന്റിലായിട്ട് മസാജ് ചെയ്തിട്ട് ഇളം ചൂടുവെള്ളത്തിൽ കുളിപ്പിച്ചാൽ നമ്മൾ പറഞ്ഞ പോലെ കുഞ്ഞിനൊരു നല്ലൊരു റിലാക്സേഷനൊക്കെയാണ്. പ്രീ ടേം ബേബീസിനൊക്കെ നമ്മൾ കോക്കനട്ട് ഓയിൽ തേക്കാൻ പറയും. ബിക്കോസ് അത് വെയിറ്റ് ഗെയിനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തു എന്ന് വിചാരിച്ച് നിങ്ങൾ വറീഡ് ആവേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പം നോക്കിയാലും അത് മാറുന്നേ ഉള്ളൂ. കുഞ്ഞുങ്ങളുടെ സ്കിൻ എന്ന് പറഞ്ഞാൽ അത് പഴയ വന്ന സ്കിൻ അതെല്ലാം ഷെഡ് ചെയ്തിട്ട് പുതിയ സ്കിൻ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ പുതിയതായിട്ട് വരുന്ന സ്കിന്നൊക്കെ നല്ലതാവാൻ വേണ്ടിയിട്ട് ഇപ്പോൾ യൂസ് ചെയ്താലും മതി. പഴയതിനെ കുറിച്ച് ഓർത്ത് യാതൊരുവിധ വിഷമവും വേണ്ട. ദെൻ അനീഷയാണ്. എൻ്റെ മോൾക്കും 7 മന്ത് ആയി. ഫേസിൽ റെഡ് കളർ കാണുന്നു, എന്താ ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അനീഷ, ഒന്നുകിൽ തൊട്ടടുത്തുള്ള പീഡിയാട്രിഷ്യൻ അല്ലെങ്കിൽ ഡെർമറ്റോളജിസ്റ്റിനെ ഒന്ന് കൺസൾട്ട് ചെയ്തോളൂ. ദെൻ റാഫിഖ ആണ്. എൻ്റെ മോൻ ഇപ്പോൾ 1 വയസ്സും 2 മാസമാണ്. ബർത്ത് വെയ്റ്റ് 2.4, ഇപ്പോൾ 7.3 ഉള്ളൂ. ഫുഡ് കൂടുതൽ കഴിക്കാൻ മടിയാണ്. ഇപ്പോഴുള്ള കഴിക്കുമ്പോൾ മോഷൻ പോകുന്നു. ഒരു സ്ഥലത്ത് അവൾ കളിക്കുന്ന ഫുൾ ഓടി നടക്കലാണ്. ആക്റ്റീവാണ്. ഇപ്പോൾ ഹീമോഗ്ലോബിൻ കുറവാണ്.
വൈറ്റമിൻ D3 കൊടുക്കുന്നുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. ഇവിടെയും വെയിറ്റിൻ്റെ ഒരു ഇഷ്യൂ ആണ്. ആദ്യം നമ്മൾ പറഞ്ഞ പോലത്തെ ഒരു പോളിസിയാണ് നമ്മൾ ഇവിടെയും ഫോളോ ചെയ്യാനുള്ളത്. അയൺ കുറവുള്ള കുട്ടികൾക്ക് അയൺ നമ്മൾ സപ്ലിമെൻറ്റ് ചെയ്ത് കൊടുക്കാം. ദെൻ റൈഡിങ് ലവ് എന്നുള്ള ഐഡിയിൽ നിന്നാണ് നമ്മൾ യൂസ് ചെയ്ത് ഒഴിവാക്കിയ ഡയപ്പർ ക്ലീൻ ആക്കി അതിനുള്ളിൽ ക്ലോത്ത് യൂസ് ചെയ്യുന്നതുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് വല്ല കുഴപ്പമുണ്ടോ, കാലിൽ വളവ് വരും എന്നൊക്കെ പറഞ്ഞ് കേൾക്കുന്നു. ഇത് ഡയപ്പർ ജനറലി യൂസ് ചെയ്തുകൊണ്ട് കാലിന് വളവോ അങ്ങനത്തെ ഒന്നും വരില്ല കേട്ടോ, അതൊന്നും ഒരു പ്രശ്നമില്ല. പക്ഷെ യൂസ് ചെയ്ത് ഒഴിവാക്കിയ ഡയപ്പർ ക്ലീൻ ആക്കി അതിൻ്റെ ഉള്ളിൽ വെക്കാന്ന് പറയുമ്പോൾ അത് അത് ഡിസ്പോസിബിൾ ആണെങ്കിൽ യു ഷുഡ് ഡിസ്പോസ്. അല്ല റീയൂസബിൾ ആണെന്നുണ്ടെങ്കിൽ, അതായത് നമ്മൾ ചില ക്ലോത്ത് ഡയപ്പേഴ്സ് ഒക്കെ അല്ലേ, അങ്ങനത്തെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം ക്ലീൻ ആക്കിയിട്ട്. ദെൻ മുനവരയാണ് ഏറ്റവും നല്ല ക്രീം ഏതാണെന്നൊന്ന് പറഞ്ഞു തരുമോ എന്നാണ്. മുനവര ഓരോ സ്കിന്നിനും വ്യത്യസ്തമാണ്, അപ്പോൾ അത് നമുക്ക് ജനറലൈസ് ചെയ്തിട്ട് നമുക്ക് പറഞ്ഞു തരാൻ പറ്റില്ല. ദെൻ മാരി ഷിജിയാണ്. ഹലോ മാം, എൻ്റെ കുഞ്ഞിന് 11 മന്ത്സായി. അവൻ പാല് കുടിച്ച് ഉറങ്ങാൻ നേരം തല എപ്പോഴും ഭിത്തിയിൽ കൊണ്ടിരിക്കുന്നു. അങ്ങനെ ചെയ്യല്ലേ എന്ന് പറഞ്ഞു കൊടുത്തിട്ടും കാണിച്ചു കൊടുത്തിട്ട് കുഞ്ഞ് വീണ്ടും വീണ്ടും അങ്ങനെ ചെയ്യുന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നതെന്ന് പറയാമോ? ഉറങ്ങാൻ നേരം മാത്രമേ ഉള്ളൂ ഇങ്ങനെ ചെയ്യുന്നത്. എപ്പോഴാണെങ്കിലും രാവിലെ ആണെങ്കിലും ഒക്കെ അങ്ങനെയാണ്. ശക്തിയായിട്ട് തലയിൽ കഴിച്ചിട്ടാണ് ഇതെങ്ങനെ മാറ്റാൻ പറ്റുമെന്ന് പറയും. മാറ്റാൻ പറ്റുമെന്ന് വെച്ചാൽ നമ്മൾ കുഞ്ഞിനെ ചുമരിൻ്റെ അടുത്ത് വെക്കാതിരിക്കുക. ഇത് ഒരു ബിഹേവിയറൽ, അതായത് സ്വഭാവത്തിലുള്ളൊരു വ്യത്യാസമാണ്. അതിന് മരുന്നോ അങ്ങനെയൊന്നും ഇല്ല. ഉറക്കം വരുമ്പോഴൊക്കെ ഇവർ ഭയങ്കര ഇറിറ്റേഷൻ ആകുമ്പോൾ അവർ കാണിക്കുന്ന ഒരു ബിഹേവിയറാണ്. അപ്പം അതൊക്കെ നമ്മൾ ചുമരിൻ്റെ അടുത്തോ അല്ലെങ്കിൽ തട്ടുന്ന സ്ഥലത്തോ കുഞ്ഞിനെ വെക്കാതിരിക്കുക. വേണമെങ്കിൽ തോളത്തിട്ട് നമ്മൾ ഉറങ്ങിയ ശേഷം കിടത്തുക എന്നുള്ളതാണ് ചെയ്യുന്നത്. കാരണം ഭയങ്കര സഡനായിട്ട് നമ്മൾ നന്നായിട്ട് ഫോഴ്സ്ഫുള്ളി ഇടിച്ചു കഴിഞ്ഞാൽ തലച്ചോറിന് പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. ദെൻ അമ്രു ആണ്. ഈ വേനൽക്കാലത്തും എണ്ണ തേച്ച് കുളിപ്പിക്കാമോ, പിന്നെ 2 നേരം തല കുളിപ്പിക്കാമോ, തലയിലും മുഖത്ത് ചൂടുകുരുണ്ട്, എന്ത് ചെയ്യും? ചൂടുകുരുവിനെ പറ്റി നമ്മളൊരു സെപ്പറേറ്റ് വീഡിയോ ഇട്ടുണ്ട്, അതൊന്ന് കണ്ടു നോക്കൂ. 2 നേരം കുളിപ്പിക്കാമോ, നല്ലതാണ്, കുളിപ്പിച്ചോളൂ. ഈ ചൂടുകാലത്ത് തന്നെ സഹായിക്കും. എണ്ണ തേച്ച് കുളിപ്പിക്കാമോ എന്ന് വെച്ചാൽ എണ്ണ അധികം യൂസ് ചെയ്യേണ്ട. ഇനി അത്ര അത്യാവശ്യം 1 നേരം മാത്രം കുറച്ച് ഉപയോഗിക്കാം. അത് കുഞ്ഞിന് ചിലപ്പോൾ ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാക്കും. അത് തേച്ചാൽ കുഴപ്പമില്ലാത്ത കുട്ടികളാണെങ്കിൽ നിങ്ങൾ കണ്ടിന്യൂ ചെയ്തോളൂ. ദെൻ ശ്യാമ എന്നുള്ള ഐഡിയ, എൻ്റെ മോന് ഡോക്ടർ പറഞ്ഞിട്ട് 1 ഇയർ ആയിട്ട് മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്നുണ്ട്. നല്ല കാര്യം. ദെൻ ആര്യയാണ്. മോയ്സ്ചറൈസ് ഫേസിൽ അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് ആര്യ ചോദിച്ചിരിക്കുന്നത് കേട്ടോ. മോയ്സ്ചറൈസർ എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് യൂസ് ചെയ്യുന്ന പറ്റുന്ന മോയ്സ്ചറൈസർ ആണല്ലോ. അത് ദേഹത്തും മുഖത്തും ഒക്കെ ഉപയോഗിക്കാം. സോറി. ദെൻ MSM എന്നുള്ളൊരു ഐഡിയ ആണ്. എൻ്റെ മോന് 1.5 വയസ്സായി. നല്ല വാശിയും ദേഷ്യവും ആണ്. നമ്മൾ എത്ര നല്ല വാക്കുകൾ പറഞ്ഞിട്ടും അവൻ 1.5 വയസ്സായി. അപ്പോൾ എണീക്കും, ദേഷ്യം കാണിക്കും, പിന്നീട് വിഷമം വരും. അങ്ങനെയൊക്കെ എന്താ ചെയ്യാമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ടെമ്പർ ടാൻട്രംസ് ആണ്. ടെമ്പർ ടാൻട്രം എന്നൊന്ന് നമ്മുടെ ചാനൽ അടിച്ചു കൊടുത്താലേ അതിനെക്കുറിച്ചുള്ള ഫുൾ വീഡിയോ കിട്ടും. അത് നമ്മൾ ടൈം ഔട്ട് എന്നാണ് പറയുക. ടൈം ഔട്ട് എന്ന് പറഞ്ഞാൽ കുഞ്ഞിനെ അങ്ങനെ വാശി കാണിക്കുമ്പോൾ ഒട്ടും സപ്പോർട്ട് ചെയ്യാണ്ടിരിക്കുക. വീട്ടിലെല്ലാവരും ആ രീതിയിൽ നിൽക്കണം. ഒരു ദിവസം അരമണിക്കൂർ കഴിഞ്ഞാൽ അടുത്ത ദിവസം അത് 25 മിനിറ്റ് ആയിട്ട് കുറഞ്ഞോളും. അതിൻ്റെ അടുത്ത ദിവസം പിന്നെയും ഡ്യൂറേഷൻ കുറഞ്ഞു വരും. നമ്മൾ മൈൻഡ് ചെയ്യുന്നു, വാശി പിടിക്കുന്ന കാര്യങ്ങൾ നടക്കുന്നു എന്ന് ഓർക്കുമ്പോൾ കാണുമ്പോൾ അവർ പിന്നെയും വാശി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. നമുക്കറിയാം അവർ വളരെ വേണ്ടാത്തൊരു കാര്യത്തിനാണ് വാശി പിടിക്കുന്നത് എന്നുണ്ടെങ്കിൽ നമ്മളൊരു റൂമിലെടുത്ത് അല്ലെങ്കിൽ ഹാളിലെടുത്ത് അധികം ആൾക്കാരൊന്നും ഇല്ലാത്ത രീതിയിൽ, പക്ഷെ നമ്മുടെ ശ്രദ്ധ വേണം. അതിൻ്റെ ഉള്ളിൽ കുഞ്ഞിനെ അപകടപ്പെടുത്തുന്നതായ രീതിയിൽ യാതൊരുവിധ സാധനങ്ങളും കാണാൻ പാടില്ല. കത്തിയോ ലോഷനോ ക്രീമോ അങ്ങനത്തെ അതൊക്കെ ചിലപ്പോൾ എടുത്ത് വായലൊക്കെ വെച്ചു എന്ന് വരും. നമ്മുടെ ഒരു ശ്രദ്ധ എത്തുന്നുണ്ട്, പക്ഷെ നമ്മൾ അവരെ മൈൻഡ് ആക്കുന്നില്ല എന്നുള്ള രീതിയിൽ ഒരു ടൈം ഔട്ട് കൊടുക്കണം. അവർക്ക് ആ ഒരു ഇമോഷൻ എക്സ്പ്രസ് ചെയ്ത് ഇങ്ങോട്ട് വരാനുള്ള ഒരു ഇത് കൊടുക്കണം. നമ്മൾ സമ്മതിച്ചു കൊടുക്കുന്തോറും അവരത് ഉപയോഗിച്ചെടുക്കും. അപ്പം അതൊന്ന് ശ്രദ്ധിക്കുക. ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കും. സുജാ മോൾ, എൻ്റെ മോൻ 2 വയസ്സായി. കഴുത്തിന് ചുറ്റും ബ്ലാക്ക് കളർ വരുന്നു, എന്തുകൊണ്ടാണ് എന്നുള്ളതാണ് കേട്ടോ. മോന് എന്ന് പറയുമ്പോൾ മുടി സാധാരണ കുട്ടികൾ മുടി വല്ലാണ്ട് എടുക്കുമ്പോൾ അവിടെ ചൂട് കൂടുമ്പോഴാണ് അങ്ങനത്തെ കളർ ഡിസ്കളറേഷൻ വരിക. പുറത്തൊക്കെ നന്നായി കളിക്കുന്നുണ്ടെങ്കിലും അങ്ങനത്തെ കളർ വരും. അല്ലാതെ 2 വയസ്സുള്ള കുട്ടിക്ക് അവിടെ ഡിസ്കളറേഷൻ വരത്തൊക്കെ വേറെ കാരണങ്ങളൊന്നുമില്ല. അല്ലെങ്കിൽ മാല അങ്ങനെ എന്തെങ്കിലും ഇട്ട് കൊടുത്താൽ, സ്വർണ്ണമാണെങ്കിലും സ്വർണ്ണ അല്ലാത്ത സാധനങ്ങളും അതിനൊരു ചെറിയ അലർജിക്ക് ആണെങ്കിലും അവിടെ റെഡ് കളർ വരാം. മാല എന്തെങ്കിലും ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊന്ന് അഴിച്ചു മാറ്റിയിട്ട് ഒന്ന് നോക്കി നോക്കും.
ദ ഫണ്ണി എന്നുള്ള ഐഡിയ ആണ്. എൻ്റെ മോന് 4 മാസമായി. ഇന്ന് കുളിപ്പിച്ചപ്പോൾ തല ടേബിളിനോട് ഇടിച്ചു, കുറേ നേരം കരഞ്ഞു, പിന്നെ കളിയും ചിരിയൊക്കെ ആയി. കുഴപ്പമുണ്ടോ എന്നുള്ളതാണ്. വീക്കൊന്നും കാണുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് കുഞ്ഞിനെ കാണാതെ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് റീഅഷ്യൂർ ചെയ്യാൻ പറ്റില്ല. തലയിൽ ഇടിച്ച എന്താവും എന്നുള്ളത് നമ്മുടെ ചാനലിൽ പറഞ്ഞിട്ടുണ്ട്, ഒന്ന് കണ്ടു നോക്കൂ. കുഞ്ഞിന് ക്ഷീണം അല്ലെങ്കിൽ വല്ലാതെ വാശി, ഛർദി അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തൊട്ടടുത്ത് ഒന്ന് കാണിക്കണം. അല്ല കുഞ്ഞിന് കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ പഴയ പോലെ തന്നെയാണ് കുഞ്ഞെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വലിയ കുഴപ്പമില്ലാണ്ടിരിക്കാം. എന്നാലും ഞാൻ അഡ്വൈസ് ചെയ്യുക, തൊട്ടടുത്തുള്ള ഡോക്ടറെ ഒന്ന് കാണിച്ചാൽ നമുക്ക് സമാധാനമാണ്. ദെൻ മുഹസിനെയാണ്. ഡോക്ടർ ഡെയിലി ക്ലോത്ത് ഡയപ്പർ യൂസ് ചെയ്യാമോ? ഡയപ്പർ റാഷ് ക്രീമിന് വരെ മോയ്സ്ചർ അപ്ലൈ ചെയ്യാം, കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഉള്ളിലേക്ക്, അതായത് ജെനിറ്റൽ ഏരിയയുടെ ഉള്ളിലേക്ക് മൂത്രമൊഴിക്കുന്ന ആ ഭാഗത്തേക്കൊന്നും വേണ്ട, തൊടയുടെ ഇടുക്കിലൊക്കെ നമുക്ക് ഉപയോഗിച്ച് കൊടുക്കാം. പിന്നെ ക്ലോത്ത് ഡയപ്പർ യൂസ് ചെയ്യാം. ദെൻ അപർണയാണ്. കുഞ്ഞുങ്ങൾക്ക് തലയിൽ ഷാമ്പു സോപ്പ് യൂസ് ചെയ്യാൻ പറ്റുമോ? ഇത് യൂസ് ചെയ്താൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? തലയിൽ സോപ്പ് യൂസ് ചെയ്യാണ്ടിരിക്കാൻ നല്ലത് ബേബി ഷാമ്പൂസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉപയോഗിക്കാൻ കുഴപ്പമൊന്നുമില്ല. അതും ഡെയിലി യൂസ് ചെയ്യുകയാണെങ്കിൽ വളരെ കുറച്ച് എമൗണ്ട് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ഓൾട്ടർനേറ്റ് ഡേ, വൺസ് ഇൻ 3 days അങ്ങനെയൊക്കെ യൂസ് ചെയ്യാം. ദെൻ ഷഹലയാണ്. ഡോക്ടർ എനിക്ക് പാല് കുറവാണ്, ഇനി പാലുണ്ടെങ്കിലും അവൾക്ക് ബ്രസ്റ്റ് മിൽക്ക് കുടിക്കാൻ ഭയങ്കര മടിയാണ്. ബ്രസ്റ്റ് മിൽക്ക് കുടിക്കുമ്പോൾ ചിലപ്പോൾ അവൾ കരയും, ലാക്ടേജനും തീരെ കുടിക്കുന്നില്ല, ചിലപ്പോൾ അത് കുടിക്കുമ്പോൾ വൊമിറ്റ് ചെയ്യും. എന്താ ചെയ്യുക? ഇപ്പോൾ 3.5 മാസമായി, ബട്ട് അവൾ ദിവസവും കൂടുതൽ തവണ മൂത്രം ഒഴിക്കുന്നുണ്ട്. അപ്പോൾ ഒറ്റ കുടിക്കുമ്പോൾ അത്യാവശ്യത്തിന് പാല് കിട്ടുന്നുണ്ടാവും. അപ്പോൾ ഫോമിൽ ഇഷ്ടമല്ലെങ്കിൽ അത് കൊടുക്കണ്ട, ബ്രസ്റ്റ് മിൽക്ക് മാത്രം മാക്സിമം കൊടുക്കും. മുലപ്പാൽ പിഴിഞ്ഞിട്ടും കൊടുക്കും. ഇടയ്ക്ക് കുഞ്ഞിൻ്റെ വെയിറ്റ് നോക്കുക. വെയിറ്റ് നോർമൽ ആണെന്നുണ്ടെങ്കിൽ ഇക്കാര്യത്തെക്കുറിച്ച് കൂടുതൽ വറീഡ് ആവണ്ട. ദെൻ ഷാരോൺ ആണ്. മാം, എൻ്റെ മോന് ഫേസ് റെഡ്നെസ് ഉണ്ട്, കോൾഡ് ക്ലൈമറ്റ് ആണിപ്പോൾ. ഓൾസോ മൈ ബോത്ത് കിഡ്സ് 4 years and 2.5 years. സ്കിൻ ഇഷ്യൂസ് ഉണ്ട്. കാണിച്ചപ്പോൾ ചിക്കൻ സ്കിൻ ആണോ? ഒന്നും ചെയ്യേണ്ടെന്നാണ് പറഞ്ഞത്. 2 പേർക്ക് മോയ്സ്ചർ അപ്ലൈ ചെയ്യുന്നുണ്ട്, വേറെ എന്തെങ്കിലും ചെയ്യണോ? 2 പേർക്ക് ലിപ്സും ഡ്രൈ ആകുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, ലിപ് ബാം പോലെ ഞാൻ പറയും. ലിപ് ബാം ഒക്കെ കുട്ടികൾ വായിൻ്റെ ഉള്ളിലേക്ക് ആക്കുന്നു എന്നുള്ളത് കൊണ്ട് നമുക്ക് എത്രത്തോളം അത് സേഫ് ആണെന്നുള്ളത് പറയാൻ പറ്റില്ല, പെട്രോളിയം ജെല്ലി പോലത്തെ സാധനങ്ങളൊക്കെ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ബട്ടറൊക്കെ വെച്ചിട്ട് കുഞ്ഞുങ്ങളുടെ ലിപ്സിൽ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. മോയ്സ്ചറൈസർ നല്ല കമ്പനിയുടെ മോയ്സ്ചറൈസർ നന്നായി അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി സ്കിന്നിൽ വേറെ എന്തെങ്കിലും ചേഞ്ചസ് വന്നിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള മരുന്ന് കൂടി വേണ്ടി വരും കുഞ്ഞുങ്ങൾക്ക്. കാരണം എല്ലാവർക്കും ഒരുപോലെ ആകുമ്പോഴേക്കും അതൊരു എക്സിമയുടെ ഒരു ചെറിയ പാർട്ടായിരിക്കും. അപ്പോൾ അതിനനുസരിച്ചുള്ള ചിലപ്പം മെഡിസിൻസ് വേണ്ടി വരും, അത് കണ്ടാലേ പറയാൻ പറ്റുള്ളൂ. ദെൻ അനശ്വരയാണ്. മോൾക്ക് പെട്ടെന്ന് കുരു ഉണ്ടാവുന്ന സ്കിന്നാണ്. ഡോക്ടർ പറഞ്ഞ ഡ്രൈ സ്കിൻ ആണെന്ന്, അതിന് മോയ്സ്ചറൈസർ യൂസ് ചെയ്യണോ അതോ കുരുവിൻ്റെ ഡോക്ടർ തന്ന ഒരു ലോഷനുണ്ട്, അത് അപ്ലൈ ചെയ്യണോ എന്നുള്ളതാണ്. മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്താൽ മതി എന്നുള്ളതാണ് എൻ്റെ ഒപ്പീനിയൻ. അല്ലാണ്ട് ചൊറിച്ചിലും അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ബാക്കി മറ്റേ ലോഷൻ യൂസ് ചെയ്താൽ മതി. അപ്പോൾ വീഡിയോ നീണ്ടു പോകാതിരിക്കാൻ ഞാനിവിടെ കട്ട് ഓഫ് ചെയ്യാണ്. നിങ്ങളുടെ ഡൗട്ട്സ് എല്ലാം നമുക്ക് പറ്റുന്ന പോലെ വീഡിയോസിൽ എല്ലാവർക്കും ഇൻക്ലൂഡ് ചെയ്യാം. കുറേ ഡൗട്ട്സ് ആകുമ്പോൾ എല്ലാം കൂടി ഒരുമിച്ച് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റാത്തതാണ്, എന്നാലും നമുക്ക് മാക്സിമം ട്രൈ ചെയ്യാം. പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ആൻഡ് ടേക്ക് കെയർ.